ഇനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഭഗവാന്റെ വിഗ്രഹം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന സമയത്തെ അതിനൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ കവർ നീക്കം ചെയ്യാതെ വെക്കാനായിട്ട് സാധിക്കുമെന്നാണ്. കാരണം പലരും പറഞ്ഞു ഇത്രയും പൊടിയൊക്കെ പിടിക്കും, അതുകൊണ്ട് നീക്കം ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ, ആ കവർ നീക്കം ചെയ്യണോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം അല്ലേ. നമ്മളെ കുഞ്ഞിനെ, ഏതെങ്കിലും ചെറിയൊരു കുഞ്ഞിനെ ഇപ്പോൾ നമ്മളൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമല്ലോ. ചിലരുടെ പൂജാമുറിയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കും, അഴികളൊന്നും ഇല്ലാതെ, വായു സഞ്ചാരമൊന്നും ഇല്ലാതെ. അപ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്വതന്ത്രമായിട്ട് ഭഗവാനെ വെക്കുക, പൂജാമുറികളൊക്കെ തുറന്നിടുക, അല്ലെങ്കിൽ അഴികളുള്ളത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എപ്പോഴും സ്വതന്ത്രമാക്കിയിട്ട് വെക്കാനായിട്ട് സാധിക്കുക കേട്ടോ. നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കൂലേ. ഇപ്പോൾ ലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ നമുക്ക് അഭിഷേകം ചെയ്ത് കുളിപ്പിക്കാം, അങ്ങനെ വൃത്തിയാക്കാം. അല്ലെങ്കിൽ പിന്നെ കഴുകാൻ പറ്റാത്തത് നമുക്ക് തുടച്ചുകൊണ്ട് വൃത്തിയാക്കാം, പൂജാമുറിയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, സ്വതന്ത്രമായിട്ട് വെക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഷോക്കേസിലൊക്കെ പൂക്കളൊക്കെ വെക്കാറുണ്ടല്ലേ, അതൊക്കെ പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത് എന്താ, അത് ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാ. അങ്ങനെയല്ലല്ലോ നമ്മൾ ഭഗവാനെ കാണുന്നത്. ഭഗവാനെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വിളക്ക് കാണിക്കുന്നതിലൂടെ, അഭിഷേകം ചെയ്യുന്നതിലൂടെ, നേദിക്കുന്നതിലൂടെ ഭഗവാൻ നമുക്കൊരു താങ്ങും തണലുമായിട്ട് വരികയാണ് വേണ്ടത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, മച്ചിലെ ഭഗവതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒറ്റക്കൊമ്പാന്ന് വിളിക്കാറുണ്ടെന്ന് അവിടുത്തെ മുത്തശ്ശി. അപ്പോൾ ആ ഒറ്റക്കൊമ്പനെ കൂടെ നടക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ്, ആ വീട്ടിലുള്ളവർ വീഴാനായിട്ട് പോകുമ്പോൾ ഈ ഒറ്റക്കൊമ്പൻ താങ്ങി നിർത്തും. അതേപോലെ ഒരു താങ്ങല്ലേ നമുക്ക് വേണ്ടത് ഭഗവാന്റെ അടുത്തുനിന്ന്. അപ്പോൾ എപ്പോഴും സ്വതന്ത്രമായിട്ട് ഭഗവാന്റെ വിഗ്രഹം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കവറുകളൊക്കെ നീക്കം ചെയ്യുക, അതേപോലെ തന്നെ പൂജാമുറിയൊക്കെ തുറന്നിടുക, വായുസഞ്ചാരം കിടക്കുന്ന രീതിയിൽ വെക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കവർ ഇട്ടിട്ട് വിഗ്രഹം ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഭഗവാനെ നമ്മുടെ കുഞ്ഞെങ്ങനെയാണോ അതേപോലെ ഭഗവാനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക.